സൈലന്റ് ലേണിംഗ് ജെസിയാണ് സംസാരിക്കുന്നത്. എല്ലാ ആളുകൾക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖമാണ്. ഞാനിന്ന് വന്നിട്ടുള്ളത് എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിനകത്തും പ്രത്യേകിച്ച് നമ്മുടെ മീഡിയാസിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ലോക്സഭ ഇലക്ഷൻ. ഈ ലോക്സഭ ഇലക്ഷനെ കുറിച്ച് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ റെഡിയല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഭാഗങ്ങളിലേക്ക് നമുക്ക് നോക്കാം മക്കളെ. ആദ്യമായി നിങ്ങൾ നോക്ക്, ലോക്സഭ ഇലക്ഷനിലേക്ക് നമ്മൾ എത്തുന്നതിന് മുൻപ് നമ്മുടെ നാട്ടിൽ കേട്ടു വന്നിട്ടുള്ള ചില ഇലക്ഷനുകൾ ഉണ്ട്. ഒന്നാമത്തതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അല്ലെ? നമുക്കറിയാം പഞ്ചായത്ത് ഇലക്ഷൻ നമുക്കറിയുന്നതാണ്. അതേപോലെയാണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്. സംസ്ഥാന നിയമസഭാ ഇലക്ഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ നാട്ടിൽ സാധാരണ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമുക്കറിയാം പഞ്ചായത്തിലേക്ക് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് മിക്കവാറും വാർഡ് മെമ്പറെ ആയിരിക്കും, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ എന്തായിരിക്കും, കൗൺസിലറെ ആയിരിക്കും. നമുക്കറിയുന്നതാണ്. ആ പ്രതിനിധിക്ക് വിളിക്കുന്ന പേര് അങ്ങനെയാണ്. അതേപോലെ നിങ്ങൾക്കറിയാം സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയിലേക്ക് നടക്കുന്ന ആ ഇലക്ഷനകത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളെ നമ്മൾ MLA-മാർ എന്നാണ് വിളിക്കുക. MLA എന്നാണ് നമ്മൾ വിളിക്കുന്നത്, അല്ലേ? അതേപോലെ തന്നെ നമ്മൾ ലോക്സഭയിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട്, അവരെ നമ്മൾ MP എന്നാണ് വിളിക്കുക. മെമ്പർ ഓഫ് ദ പാർലമെന്റ് എന്നാണ്, MP എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ നോക്ക്, നമ്മുടെ ലോക്സഭ ഇലക്ഷനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ആദ്യമായി നിങ്ങൾക്ക് ഇന്ത്യയുടെ ഭൂപടം നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇന്ത്യൻ ഭൂപടത്തിനകത്ത് ഒരൊറ്റ സ്ഥലം ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സ്ഥലം എന്ന് പറയുന്നത് ഡൽഹിയാണ്. ഡൽഹിയുടെ പ്രാധാന്യം എല്ലാ ആളുകൾക്കും അറിയാം. നമ്മുടെ ക്യാപിറ്റൽ ആണ്, നമ്മുടെ തലസ്ഥാനമാണ് എന്ത്, ഡൽഹി എന്ന് പറയുന്നത്. മക്കളെ, മൊത്തം ഇന്ത്യക്കകത്ത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരിടമാണ് ഡൽഹി എന്ന് പറയുന്നത്. ഈ ഡൽഹിക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നത്, ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. ഈ പിക്ചറിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഇന്ത്യൻ പാർലമെന്റ് ആണ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇന്ത്യൻ പാർലമെന്റ് നിങ്ങൾക്ക് അവിടെ കാണാം. ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായും രണ്ട് സഭകളാണ് ഇന്ത്യൻ പാർലമെന്റിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ആ രണ്ട് സഭകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്നാമത് നിങ്ങൾ കാണാം ലോക്സഭയാണ്, രണ്ടാമത്തത് എന്താണ്, രാജ്യസഭയാണ്. ലോക്സഭയും രാജ്യസഭയും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമ്മൾ ഇനി നോക്കേണ്ടതുണ്ട് ഈ ലോക്സഭയുടെ പ്രത്യേകതകൾ എന്താണ്, രാജ്യസഭയുടെ പ്രത്യേകതകൾ എന്ത് എന്നൊക്കെ നമുക്ക് നോക്കണം. അപ്പൊ മക്കൾ ഓർത്ത് വെക്കണം, ഈ ലോക്സഭയിലും രാജ്യസഭയിലുമുള്ള അംഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് എന്ന് പറഞ്ഞാൽ എന്താണ്, MP എന്നാണ്. എന്താണ് വിളിക്കുക, MP, മെമ്പർ ഓഫ് ദി പാർലമെന്റ് അല്ലെങ്കിൽ MP എന്നാണ്. ലോക്സഭ ആയിക്കോട്ടെ രാജ്യസഭ ആയിക്കോട്ടെ, ഈ രണ്ടിലുമുള്ള ആൾക്കാരെ MP എന്ന് നമ്മൾ എന്ത് ചെയ്യും, വിളിക്കും. ഓക്കെ, റെഡി? ഇനി നിങ്ങൾ നോക്ക്, പ്രധാനമായും നമുക്ക് നോക്കാം രാജ്യസഭയുടെയും ലോക്സഭയുടെയും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിന്റെ സവിശേഷതകൾ നോക്കാം. നിങ്ങൾ കാണേണ്ടത്, രാജ്യസഭയ്ക്കകത്ത് പ്രധാനമായിട്ടും 250 അംഗങ്ങളാണ് ആകെയുള്ളത്. 250 അംഗങ്ങളിൽ 238 ആൾക്കാർ ഇലക്ടഡ് മെമ്പേഴ്സ് ആണ്. അതായത് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ആര്, ഈ പറയുന്ന 238 ആൾക്കാർ. എന്നാൽ 12 പേർ നോമിനേറ്റഡ് ആണ്. 12 ആളുകൾ എന്ന് പറഞ്ഞാൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതാണ്. പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആളുകളാണ് 12 ആളുകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രധാനപ്പെട്ട രാജ്യസഭയെ നമ്മൾ വിളിക്കുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ഈ രാജ്യസഭ നമ്മൾ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. അതുകൂടാതെ ഈ രാജ്യസഭ പ്രധാനമായിട്ട് കാലാവധി എന്ന് പറഞ്ഞാൽ ഇതിനെ വിളിക്കുന്നത് ഒരു പെർമനന്റ് ഹൗസ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ വിളിക്കുന്നത്. 6 വർഷമാണ് ഇതിന്റെ കാലാവധി ആയിട്ടുള്ളത്. ഇതിനെ പെർമനന്റ് ഹൗസ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രധാനമായിട്ടും നമ്മുടെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ വൈസ് പ്രസിഡന്റ് ആണ്, ഉപരാഷ്ട്രപതിയാണ് ഇവിടുത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഓർത്ത് വെച്ചോളാം. ഇതാണ് രാജ്യസഭയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്നാൽ താഴേക്ക് നോക്കാം, ലോക്സഭ. എന്താണ് ലോക്സഭ? ലോക്സഭയിൽ നിങ്ങൾ നോക്ക്, 543 ആൾക്കാർ ഇലക്ടഡ് മെമ്പേഴ്സ് ആണ്, തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് 543 ആളുകൾ എന്ന് പറഞ്ഞാൽ. ഇനി അതിൽ തന്നെ പിന്നെ കൂടാതെ ഒരു 2 മെമ്പേഴ്സ് ഈ പ്രധാനമായിട്ട് നോമിനേറ്റഡ് ആണ്. പ്രധാനമായിട്ടും 2 ആളുകൾ രാഷ്ട്രപതി, ഇതുപോലെ തന്നെ എന്താണ്, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആളുകളാണ്. ഈ ഒരു പ്രധാനപ്പെട്ട സഭയെ നമ്മൾ വിളിക്കുന്നത് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഈ ലോക്സഭയെ വിളിക്കുന്ന ഒരു പേരാണ് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ അധ്യക്ഷൻ വഹിക്കുന്നത് ആരാണ്, സ്പീക്കർ ആയിരിക്കും. ലോക്സഭ സ്പീക്കർ ആയിരിക്കും ഇവിടെ അധ്യക്ഷനായിട്ടിരിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില ഫീച്ചേഴ്സ് ഏത്, രാജ്യസഭയുടെയും ലോക്സഭയുടെയും. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട അംഗങ്ങളുണ്ടല്ലോ, ഈ പറയുന്ന നമ്മുടെ MP-മാരുണ്ടല്ലോ, ഈ MP-മാരെ നമ്മൾ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത്, രാജ്യസഭയിൽ എങ്ങനെയാണ്, ലോക്സഭയിൽ എങ്ങനെയാണ്, അതാണ് ഇനി പറയാൻ പോകുന്നത്. മക്കളെ, ആദ്യമായി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ ജനങ്ങളാണ്, ഞാനും നിങ്ങളും അടക്കമുള്ള ജനങ്ങളുണ്ട്. ഇതിനകത്ത് നമുക്കൊക്കെ തന്നെ നമുക്ക് ഈ പറയുന്ന 18 വയസ്സിന് ആയ ആളുകൾക്കൊക്കെ തന്നെ വോട്ടവകാശമുണ്ട്. അപ്പൊ നിങ്ങൾ കാണേണ്ടത്,
പ്രധാനമായിട്ടും ജനങ്ങൾ ഈ പറയുന്ന വോട്ട് ചെയ്ത്, സാധാരണ നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി പറഞ്ഞു, സംസ്ഥാന നിയമസഭ പറഞ്ഞു. അങ്ങനെ സംസ്ഥാന നിയമസഭകളിലേക്ക് വോട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, MLA-മാരെ തെരഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഈ MLA-മാർ, മക്കൾ ശ്രദ്ധിക്കുക, MLA-മാർ ഉണ്ടാവുമല്ലോ, ഈ MLA-മാർ അല്ലെങ്കിൽ നമ്മുടെ ഈ റെപ്രസെന്റേറ്റീവ്സ് ആണ് ആരെ തെരഞ്ഞെടുക്കുന്നത്, രാജ്യസഭയിലുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് പോകുന്നത് എങ്ങനെയാ വെച്ചാൽ, ജനങ്ങളുണ്ട്, ആ ജനങ്ങൾ ആരെ തെരഞ്ഞെടുക്കുന്നു, നമ്മുടെ ഈ പറയുന്ന റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള MLA-മാർ എന്ത് ചെയ്യുന്നു, തെരഞ്ഞെടുക്കുന്നു. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും അതേപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ ആ പറയുന്ന റെപ്രസെന്റേറ്റീവ്സ് ആണ് ആരെ തെരഞ്ഞെടുക്കുന്നത്, രാജ്യസഭയിലുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ മക്കൾ നോക്കണം, രാജ്യസഭാ അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം സാധാരണ ജനങ്ങൾക്ക് ഇല്ല എന്നുള്ളത് മക്കൾ മനസ്സിലാക്കണം. ഇതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. എന്നാൽ ഇതേപോലെയല്ല ലോക്സഭ. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, ലോക്സഭയാണ്. ലോക്സഭയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇനി നിങ്ങൾ നോക്ക്, ലോക്സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളാണ് അവിടെയുള്ള അംഗങ്ങളെ അല്ലെങ്കിൽ MP-മാരെ തെരഞ്ഞെടുക്കുന്നത്. ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്ത് ഇതുപോലെ തന്നെ തങ്ങളുടെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതാണ് ഇത് ലോക്സഭ എന്ന് പറയുന്നത്. അപ്പൊ ജനങ്ങൾക്ക് വലിയ തരത്തിലേക്ക് പ്രാധാന്യമുള്ള ഒന്നാണ് ഇത് ലോക്സഭ. രാജ്യസഭയേക്കാൾ ജനങ്ങൾക്ക് എന്തുണ്ട്, അവർ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന അംഗങ്ങൾ നിലനിൽക്കുന്നതാണ് ഇവിടെ ലോക്സഭയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് നമ്മൾ ഈ പറയുന്ന രാജ്യസഭയാണോ ലോക്സഭയാണോ ഏറ്റവും കൂടുതൽ ശക്തൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാൾക്കാർക്കും പ്രാധാന്യമുണ്ട്, തുല്യമായ പ്രാധാന്യമുണ്ടെങ്കിൽ പോലും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള അധികാരങ്ങൾ രാജ്യസഭയേക്കാൾ കൂടുതൽ ആർക്ക് തന്നെയാണ്, ലോക്സഭയ്ക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് മണി ബിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ധനബിൽ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്ത് തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം ആർക്കാണുള്ളത്, ലോക്സഭയ്ക്കാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. ലോക്സഭയാണ് പ്രധാനമായിട്ടും. ലോക്സഭയിൽ പ്രധാനമായിട്ടും ഓരോ അംഗങ്ങൾക്കും 5 വർഷമാണ് കാലാവധി എന്നുള്ളതും കൂടി മക്കൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. 5 വർഷമാണ്. 5 വർഷത്തിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ മിക്കവാറും ഈ പറയുന്ന രാജ്യസഭയിലോ ലോക്സഭയിലോ ഉള്ള അംഗങ്ങൾ തന്നെയാണ് ഈ പറയുന്ന പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. നിലവിലെ പ്രധാനമന്ത്രിയൊക്കെ തന്നെ ലോക്സഭ അംഗമാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ പ്രധാനമായിട്ടും ഇന്ത്യയൊക്കെ എത്തുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഇനി അത് കൂടാതെ നമുക്ക് നോക്കേണ്ടതുണ്ട്, ഇന്ത്യക്കകത്ത് പ്രധാനമായിട്ടും ഈ പറയുന്ന ലോക്സഭ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്. സാധാരണ ലോക്സഭ ഇലക്ഷനോടനുബന്ധിച്ച് നമ്മൾ ഇതുപോലെ തന്നെ രാജ്യത്തിനെ തന്നെ ഒരുപാട് കോൺസ്റ്റിറ്റ്യുവൻസീസ് ആക്കുന്നുണ്ട്, ഒരുപാട് നിയോജക മണ്ഡലങ്ങളാക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന 2024 543 പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യുവൻസീസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇന്ത്യയിൽ നിങ്ങൾ കാണാം 543 അല്ലെങ്കിൽ 543 കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇന്ത്യക്കകത്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ പറയുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെ തന്നെ ഇലക്ഷനുകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ വിവിധ ഘട്ടങ്ങളായിട്ടാണ് ഇലക്ഷൻ നടക്കുന്നത്. ഇപ്പൊ നമുക്ക് നോക്കേണ്ടത് കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങൾ കേരളത്തിനകത്തുണ്ട്. 20 ലോക്സഭാ മണ്ഡലങ്ങൾ കേരളത്തിനകത്തുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, കേരളത്തിനകത്ത് നിന്നും 20 MP-മാർ അല്ലെങ്കിൽ മെമ്പർ ഓഫ് ദി പാർലമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിനകത്ത് നിന്ന് വരും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും അല്ലെങ്കിൽ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും ഓരോ ആളുകളാണ് എന്ത് ചെയ്യുക, ഇതിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് ഉണ്ടാവുക എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഇനി പ്രധാനമായിട്ടും ഇന്ത്യ ഈ ഇലക്ഷൻ സമ്പ്രദായത്തിനകത്ത് മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത് സിമ്പിൾ മെജോറിറ്റി സിസ്റ്റമാണ്. സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലോക്സഭ ഇലക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ് സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മക്കളെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ആ വോട്ട് ഇത് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മെഷീൻ ഉണ്ടല്ലോ, EVM, അതുപോലെ തന്നെ VVPAT ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ് കാണിച്ചിട്ടുണ്ട്, കൺട്രോൾ യൂണിറ്റ് ഒക്കെ ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണേണ്ടത് നമ്മുടെ ഈ പറയുന്ന സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം പ്രകാരം എത്ര ആളുകൾക്ക് വേണമെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ അനുസരിച്ച് എന്ത് ചെയ്യാം, മത്സരിക്കാൻ പറ്റും. എത്ര ആളുകൾക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, മത്സരിക്കാം. മക്കൾ നിങ്ങൾ നോക്ക്, ഏറ്റവും പ്രധാനമായിട്ടും അതിലെ VVPAT നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നിങ്ങൾ നോക്ക്, ഏറ്റവും പ്രധാനമായിട്ട് കണ്ടോ, ഒരുപാട് ആളുകളുടെ പേരുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഒരുപാട് ആൾക്കാരുടെ പേരുകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എത്ര ആളുകൾക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, അതിനകത്ത് മത്സരിക്കാൻ പറ്റും. എത്ര ആളുകൾക്കും എന്ത് ചെയ്യാം, അതിനകത്ത് മത്സരിക്കാം. എന്നാൽ ആ മത്സരിച്ചിട്ടുള്ള ആളുകളിൽ ഒരാൾ മാത്രമായിരിക്കും, ഒരൊറ്റ ആളുകൾ മാത്രമായിരിക്കും തെരഞ്ഞെടുക്കപ്പെടുക. ആ തെരഞ്ഞെടുക്കുന്ന ആൾ എന്ന് പറയുന്നത് ആ മത്സരിച്ച ആളുകളിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതുപോലെ തന്നെ വിജയിക്കുന്നത്. അപ്പൊ ഈ ഒരു സിസ്റ്റമാണ് ഭൂരിപക്ഷ വ്യവസ്ഥ, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അല്ലെങ്കിൽ സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ലോക്സഭയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പിന്തുടരുന്നുണ്ട്. എന്നാൽ രാജ്യസഭയിലേക്കാണെങ്കിൽ രാജ്യസഭയിൽ നിങ്ങൾ കാണേണ്ടത് എന്താണ്, നമ്മൾ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ആണ്
പ്രാതിനിധ്യ വ്യവസ്ഥയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എടുക്കുന്നത്, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ മക്കളെ ഇത്രയേ ഉള്ളൂ പറയാനുള്ളൂ. അതായത് ലോക്സഭാ ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അത്രയേറെ പ്രാധാന്യമുള്ള, ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുള്ള ഒരു സഭയാണ് ലോക്സഭ എന്ന് പറയുന്നത്. നമ്മുടെ ഈ പറയുന്ന ഇന്ത്യ ആര് ഭരിക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന ആരാണ് ഈ ഇന്ത്യയെ നിയന്ത്രിക്കുന്നത് എന്ന് ഏറ്റവും പ്രധാനമായും ജനങ്ങൾ തീരുമാനിക്കുന്ന ഇലക്ഷനാണ് ലോക്സഭ ഇലക്ഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇലക്ഷനാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മക്കൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ കമൻറ്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യണം, അയക്കേണ്ടതുണ്ട്. കൂടാതെ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഞാൻ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. ബൈ.